ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ച് നമ്മൾ ചിന്തിക്കാത്ത കുറേ നല്ല യൂസ്ഫുള്ളായ ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഉപ്പാണ്. പൊടിയുപ്പ്. കല്ലുപ്പാണെങ്കിലും ഉപയോഗിക്കാം. മെയിനായിട്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് നമുക്കൊരു സിമ്പിൾ ടിപ്പ് കാണിച്ചു തരാം. പലർക്കും അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് കത്രിക. പല കാര്യങ്ങൾക്കും കത്രിക ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ടൈലറിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഉപ്പെടുത്തതിന് ശേഷം കുറച്ച് തവണ ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എത്ര പഴക്കം ചെന്ന അല്ലെങ്കിൽ മൂർച്ച കുറവുള്ള കത്രികയിലും നമ്മൾ പുതിയത് വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. ചെറിയ കത്രികകളാണെങ്കിലും വലിയ കത്രികകളാണെങ്കിലും നമുക്ക് ഒരുപോലെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. നമ്മളിതുപോലെ ചെയ്തതിന് ശേഷം കത്രിക നല്ല തുണി കൊണ്ട് വൃത്തിയായി തുടയ്ക്കുക. കത്രിക മാത്രമല്ല, നെയിൽ കട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ആ നെയിൽ കട്ടറും മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളയേണ്ട കാര്യമില്ല. അതും ഇതേ ഒരു രീതിയിൽ ഒരു 10 സെക്കൻഡ് നമ്മളിതിൽ ഉപ്പിലോട്ടൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നെയിൽ കട്ടറും മൂർച്ച കൂടുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മാവുകളെല്ലാം വാങ്ങി വയ്ക്കാറുണ്ട്. പ്രത്യേകിച്ചിട്ട് ഗോതമ്പ് മാവ്. കാരണം അരിയേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്നത് ഗോതമ്പാണ്. ഏത് തരം പൊടികളാണെങ്കിലും ഗോതമ്പ് മാവോ അല്ലെങ്കിൽ റവ, അരിപ്പൊടി, എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെയുള്ള മാവുകൾ നമ്മൾ വാങ്ങി പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പൂപ്പലിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ബാഡ് സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കുറച്ച് ഉപ്പെടുത്തതിന് ശേഷം ഇതുപോലെ ഗോതമ്പ് മാവിലും അതുപോലെ റവ, അരിപ്പൊടി തുടങ്ങിയ ഏതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ബാഡ് സ്മെല്ലില്ലാതെയും പൂപ്പൽ വരാതെയും ഇതുപോലുള്ള പൊടികൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു മെയിൻ ഇലക്ട്രിക്കൽ ഐറ്റമാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർക്ക് ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒരുപാട് ഫുഡ് ഐറ്റംസ് സൂക്ഷിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എപ്പോഴും ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഫിഷൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്രീസർ എത്ര ക്ലോസ് ആണെങ്കിലും നമുക്ക് ഫിഷിൻ്റെ ഒക്കെ സ്മെല്ല് ഫ്രിഡ്ജിനകത്തോട്ട് വരുന്നതാണ്. ഫ്രിഡ്ജിനകത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് മാറ്റാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഒരു സ്പൂണ് ഉപ്പുണ്ടെങ്കിൽ ധാരാളം. അത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ആ ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ല് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോൺ വെജ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കുക. ഏത് തരം സ്മെല്ലാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറിപ്പോകുന്നതാണ്. പലപ്പോഴും ചോറ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ചോറിൻ്റെ വേവ് കൂടുതലാവാറുണ്ട്. ചോറ് നല്ല രീതിയിൽ കുഴഞ്ഞ പായസത്തിൻ്റെ ഒരു പരിഭവവും. അപ്പോൾ നമുക്കിതുപോലെ ഒറ്റ മണി ചോറ് കിട്ടണമെങ്കിൽ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഒരു നുള്ളുപ്പ് ഈ ചോറിലോട്ട് ഇട്ടതിന് ശേഷം ചോറ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് ഒട്ടാതെ ഒറ്റ മണിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അല്പം വേവ് കൂടിപ്പോയാലും നമുക്കത് അറിയാൻ പറ്റില്ല. പണ്ട് കാലം മുതൽ എല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്പാണ്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റായിട്ട് ബോട്ടിലാക്കി വെച്ചാലും ഒരു ബാഡ് സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരം കറി വെച്ച് കഴിഞ്ഞാലും മണം എല്ലാ കറികളിലും ഉണ്ടാവും. അത്തരം ടിപ്സുകൾ നമ്മളിതിൽ പരീക്ഷിക്കാറുണ്ട്. കുറച്ച് ഉപ്പെടുത്തതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ബാഡ് സ്മെല്ലില്ലാതെ എത്ര കാലം വേണമെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു സിമ്പിൾ ടിപ്പും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയ ടിപ്പും കൂടി പറഞ്ഞുതരാം. മിക്സിയിലുണ്ടാകുന്ന മെയിനായിട്ടൊരു പ്രശ്നം, കുറേ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കടയിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് മാറ്റാൻ പറയും. അത് മാറ്റണമെങ്കിൽ നമ്മുടെ ബാക്കിൽ ഈ ഒരു സംഭവങ്ങൾ മൊത്തമായിട്ട് മാറ്റേണ്ടി വരും. നല്ല എക്സ്പെൻസീവ് ആവുന്ന ഒരു പരിപാടിയാണ്. അത് ഒഴിവാക്കുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി. മിക്സിയുടെ ജാറിൽ മൂർച്ച കുറവാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഉപ്പ്, കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുള്ളായിരിക്കും. മൂടിയതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കുക. കല്ലുപ്പാണെങ്കിൽ നമുക്ക് 10 സെക്കൻഡ് സമയം പോലും ആവശ്യമില്ല. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലേഡ് നല്ല മൂർച്ച കിട്ടുന്നതാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം.
നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ചിട്ട് അടുക്കളയിൽ ഏറ്റവും നീറ്റായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് സിങ്ക് എന്ന് പറയുന്നത്. മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്തു നിന്നൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രാണികളുടെ ശല്യം, അതായത് പ്രത്യേകിച്ചിട്ട് അട്ട, പാറ്റ തുടങ്ങിയ പ്രാണികളുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതിനും നമ്മൾക്ക് ഈ ഒരു ഉപ്പ് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഉള്ള പ്രാണികൾക്ക് ഒരു പോയിസണ് തുല്യമാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ഈ വാഷ് ബേസിനിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോസിനകത്തോട്ട് ആ ഉപ്പ് ഇറങ്ങി പോകുന്നതാണ്. ഏതെങ്കിലുമൊക്കെ പ്രാണികളുടെ ശല്യം അതിനകത്ത് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാവും. പെട്ടെന്ന് ബാഡ് സ്മെല്ല് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഇതുപോലെ കാസറോൾ എന്ന് പറയുന്നത്. അപ്പോൾ കാസറോൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാം. എത്രയൊക്കെ നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചാലും ഒരു ദിവസം മേലെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തും ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങൾ കാസറോളൊക്കെ 3-4 ദിവസം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതിരിക്കും. യാതൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. ഒന്ന് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയാൽ മാത്രം മതി. ഇനി അടുത്തൊരു കാര്യം, ഇതും നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ പച്ചക്കറികളിൽ പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയാണ്. അപ്പോൾ പുറത്ത് സൂക്ഷിച്ചാലും ഒരു 2 ദിവസമൊക്കെ മാക്സിമം നീറ്റായിരിക്കും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു സാധനം കൂടിയാണ്. തക്കാളി വാങ്ങി ഒന്ന് വൃത്തിയായി കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പെടുത്തിട്ട് ഇതുപോലെ തക്കാളിയുടെ എല്ലാ മേൽഭാഗത്തും ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് കൂടുതൽ നമുക്ക് ഇതുപോലെ ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇനി വീട് ഒരു ഫ്രഷ്നെസ് കിട്ടാനും നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടും റൂം സ്പ്രേൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ടത് 2 സ്പൂൺ ഉപ്പുണ്ടെങ്കിൽ വളരെ ഫ്രഷായിരിക്കും. നമ്മളൊരു വേസ്റ്റ് പാത്രത്തിൽ കുറച്ച് ഉപ്പെടുക്കുക. ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ ആഫ്റ്റർ ഷേവിങ് ലോഷനോ ഇതിനകത്തോട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീടിൻ്റെ മെയിനായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോളം നമുക്കിതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ്, ബാഡ് സ്മെല്ല് പെട്ടെന്ന് അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു ഫ്രഷ്നെസ് ഫീല് എല്ലാ ദിവസവും നമുക്കുണ്ടാവും. പല്ലിയുടെയൊക്കെ ശല്യം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ ഉപ്പെടുത്തതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ വിനീഗർ ഈ ഉപ്പിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പല്ലി ശല്യമുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കൊണ്ട് പല്ലി, പാറ്റ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. ഇന്നത്തെ വീഡിയോയിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ്. എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ് ബാത്റൂം കഴുകുക എന്നുള്ളത്. പ്രത്യേകിച്ചിട്ട് ക്ലോസറ്റ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കാൻ ഒരുപാട് സമയം ആവശ്യമാണ്. പ്രത്യേകിച്ചിട്ട് ബോർവെല്ലിലെ വെള്ളമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മഞ്ഞക്കറ ഈ ഒരു ഭാഗത്തെല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉരയ്ക്കേണ്ട, ബ്രഷ് വേണ്ട, ശാരീരികമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ക്ലോസറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ അതിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പാണ്. കറകൾ പെട്ടെന്ന് കളയുന്ന ഒരു ഐറ്റമാണ് ഉപ്പ്. അപ്പോൾ മറ്റുള്ള കെമിക്കലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സെപ്റ്റി ടാങ്കിനകത്തുള്ള ബാക്ടീരിയകൾ നശിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് നിറയാനും പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ഇതുപോലെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും ആ ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ടോയ്ലറ്റ് നല്ല ഫ്രഷായിട്ട് ഇരിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി ചേർത്തിയാൽ മാത്രം മതി. ഒരു തുള്ളി ഷാമ്പുവും കൂടെ ഇതുപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക. ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ ടോയ്ലറ്റിലെ കറയും പോവും. അതുപോലെ തന്നെ മണം ദിവസങ്ങളോളം ടോയ്ലറ്റിലുണ്ടാവും. അതിനുശേഷം ഇതൊന്ന് കൊട്ടിക്കൊടുക്കുക. കുറച്ച് നേരം ഇത് അത് രീതിയിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിക്സിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിയിട്ട് നമുക്കത് ടൈലുകളിൽ ഉണ്ടാവുന്ന കറകൾ മാറ്റാനും വളരെ ഉപയോഗപ്പെടുന്നതാണ്. ഇപ്പോൾ ടൈലിൻ്റെ ഈ ഒരു ഗ്യാപ്പുകളിലെല്ലാം കറയുണ്ടാവാറുണ്ട്. ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം കറുത്ത പാടുകൾ വരും. പൊതുവേ നമ്മൾ എണ്ണ, സോപ്പ് തുടങ്ങിയ പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കറകൾ വരാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലെ ടൈലുകളും അതുപോലെ തന്നെ ടോയ്ലറ്റിലുമാണ്. അപ്പോൾ ഇതുപോലുള്ള ടൈലുകളിൽ നിങ്ങൾക്ക് കറകളുണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ നമുക്കിവിടെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കറകളൊക്കെ ഈസി ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിനും നമുക്ക് യാതൊരു കെമിക്കലും ആവശ്യമില്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ക്ലോസറ്റ്. യാതൊരു തന്നെ കറയുണ്ടാവില്ല. അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും. ടോയ്ലറ്റ് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് സമയമൊന്നും ചിലവഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.